പുതിയതായി വരുന്ന നടീനടന്മാരെ പറ്റി പരക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈയിടെ എനിക്ക് തോന്നുന്നു സിബിജായന്റെ സെറ്റിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. പുതിയ താരങ്ങളുടെ നടീനടന്മാരുടെ സമീപനത്തിൽ, പ്രൊഫഷനോടുള്ള സമീപനത്തിൽ ഒരു അച്ചടക്കമില്ലായ്മയുടെ ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. കച്ചറ പിള്ളേരാ, അലമ്പ്, ഇത്രയും അലമ്പ് പിള്ളേരെ എൻ്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, അങ്ങനെ ചിലരെങ്കിലും ഉണ്ട്. ഇതൊരു പ്രൊഫഷനാണ് എന്ന നിലയിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാത്ത പ്രോബ്ലംസ് ആണത്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. പക്ഷേ എൻ്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു ആർട്ടിസ്റ്റ്, ഈ റീമ കല്ലിങ്ങിൽ, അതെ, എന്താ ഉറക്കം വരുന്നു. ഒരു ആർട്ടിസ്റ്റ് നമ്മളറിയാതെ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും വിട്ടുപോവുക. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? അതുപോലെ ഷൂട്ടിങ്ങിന് വിളിക്കാൻ ചെല്ലുമ്പോൾ ആളില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള അനുഭവം എന്നെ സംബന്ധിച്ചുള്ള മാധ്യമമാണ്. മനുഷ്യനാവണം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. മോളെ, കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും, കലയാണ്. അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്ര ആക്രാന്തം പാടില്ല. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അവർക്ക് കൊടുക്കുന്ന ഗ്ലാമർ, അംഗീകാരങ്ങൾ, ഇതെല്ലാം അവർക്ക് മറ്റു രീതിയിലുള്ള ചില സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കിച്ചേ. All the dreams like twinkle stars. അത് വലിക്കുന്നതിൻ ഫലമായി അത്യുന്നതങ്ങളിലേക്ക് മാലാഖമാരെ പോലെ എന്നെ പറപ്പിക്കുകയും ചെയ്യും. 2000 രൂപയുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. ചങ്ങനുണ്ണി വാടാ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ, രക്ഷപ്പെട്ടോ.